മംഗളൂരുവിലെ ശ്രീനിവാസ കോളേജിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയാണ് റാഗിംഗ് ഉണ്ടായത്. കറുത്ത ഷൂ ധരിച്ചതിന് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ആദർശ്, ജസിൻ ഖാദർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മലയാളികളായ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ ഈ ഷൂ ധരിച്ചു എന്ന് പറയുന്ന ആ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലാണോ ഇങ്ങനെ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്? മലയാളി വിദ്യാർത്ഥികളാണ് ഈ പരസ്പരം തല്ലിയത്. അതിൽ തന്നെ ജൂനിയർ വിദ്യാർത്ഥികളുടെ സീനിയേഴ്സാണ് റാഗിംഗ് എന്നുള്ള പേരിൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്. മലയാളികൾക്ക് തന്നെ വലിയ നാണക്കേടാണ്. ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമുള്ളതാണോ? ഈ കോളേജ് അധികൃതരും പോലീസും കടുത്ത നടപടി, ശക്തമായ നടപടി സ്വീകരിക്കുമോ? ഷിഹാസ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ശ്രീനിവാസ കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുടെ ഒരു തുടർച്ചയായാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. മലയാളി വിദ്യാർത്ഥികളായിട്ടുള്ള ജസിൻ, അതോടൊപ്പം തന്നെ ആദർശ് എന്നിവർക്കാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റത്. കോളേജിൽ ഈ കറുത്ത ഷൂ ഇട്ട് കോളേജിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് ഇവരെ ഈ സീനിയർ വിദ്യാർത്ഥികൾ, രണ്ടാം വർഷ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തിരുന്നു. അതേ തുടർന്ന് അവിടെ ചെറിയ വാക്കുതർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഈ വിദ്യാർത്ഥികൾ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തുപോയതാണ്. അതിനിടെയാണ് ഈ സീനിയർ വിദ്യാർത്ഥികളെ 6 പേർ സംഘം ചേർന്നെത്തുകയും ഇവരോട് ആദ്യ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇവരെ ഈ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഗുരുതരമായി തന്നെ ഈ വിദ്യാർത്ഥികൾക്ക്, ഈ ജസിനും ആദർശിനും പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ മർദ്ദിച്ചവരിലും മലയാളി വിദ്യാർത്ഥികൾ ഉണ്ട് എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ 6 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ശ്രീനിവാസ കോളേജ് മംഗളൂരുവിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. അവിടെ നേരത്തെ ഇത്തരത്തിലുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല, ഉണ്ടായിട്ടില്ല എന്നാണ് കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും ആ കോളേജ് ഉൾപ്പെടെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ.